കേറ്ററ്റ് 3യുടെ 31ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ ക്ലാസ്സിന് ഇവിടെ 10 ചോദ്യങ്ങൾ നമ്മൾ സാധാരണ പോലെ ഡിസ്കസ് ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്നതിനുള്ള ചില മാർഗങ്ങളാണ് നമ്മൾ ഈ ടെറ്റ് പരീക്ഷയ്ക്ക് പരിശീലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സ്റ്റെപ്പുകളെല്ലാം എഴുതി ഉത്തരം എഴുതുക ഇവിടെ പ്രായോഗികമല്ല. പലപ്പോഴും എഴുതാനുള്ള പ്രത്യേക കടലാസുകളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ കഴിയുന്നത്രയും കാര്യങ്ങൾ മനസ്സിൽ നിർത്തിക്കൊണ്ടായിരിക്കണം എഴുതേണ്ടത്. കണക്ക് പ്രധാന വിഷയമായിട്ടെടുത്ത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് അല്പം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം. ഇത് കണ്ടോ, ഈ പടത്തിലേക്കൊന്ന് നോക്കൂ. ഇതിൽ ഒരു പാരലോഗ്രാമിൻ്റെ ഉള്ളിൽ 2 ട്രയാങ്കിൾസ് വരച്ചിരിക്കുകയാണ്. എ പാർട്ട് ഓഫ് ട്രയാങ്കിൾ ഈസ് ഷെയ്ഡഡ് ഇൻ ദ പാരലോഗ്രാം. ഏരിയ ഓഫ് 3 ട്രയാങ്കുലർ റീജിയൻസ് ആർ മാർക്ക്ഡ് ഇൻസൈഡ്. 3 ട്രയാങ്കുലർ ഭാഗങ്ങളുടെ ഏരിയ അവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്? അപ്പോൾ പ്രത്യേകിച്ച് ഒരു കണക്ക് കൂട്ടലിൻ്റെ ആവശ്യമില്ല. ഈ 2 ട്രയാങ്കിളുകളുടെയും ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെയും കണ്ടോ, ഈ ട്രയാങ്കിൾ, ഇപ്പോൾ ഈ വരക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെയും ഇതിൻ്റെ ഏരിയയും ഈക്വലാണ്. അത് പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ പകുതിയാണ്, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 2നും കോമൺ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ, അത് 2നും കോമൺ ആണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്താൽ നമുക്ക് പറയാം 12 + 6 എന്ന് പറയുന്നത് 10 + ഇവിടെയുള്ള ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ x. ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. കാരണം കോമൺ ഏരിയ എന്ന് പറയുന്നത് 2 ട്രയാങ്കിളിനും ഉണ്ടല്ലോ. അപ്പോൾ x = 8 എന്നായിരിക്കും കിട്ടുന്നത്. കണ്ടോ, ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ 8. അപ്പോൾ ഇത് ഒരു കാൽക്കുലേഷനും ആവശ്യമില്ല അത് ചെയ്യാനായിട്ട്. 12ഉം 8ഉം 6ഉം 18. ഇവിടെ 10 ആയതുകൊണ്ട് ഇവിടെ 8 ആണ്, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാരലോഗ്രാമിൻ്റെ പകുതിയാണ് 2 ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ള ആ ആശയത്തെയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവിടെ 2ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുക. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എത്രയാണെന്നാണ്. അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം മനസ്സിലാക്കുന്നതിന് നമ്മൾ a³ - b³ എന്ന് പറയുന്നത് a - b × a² + ab + b² ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ a³ - b³ / a² + ab + b² എന്ന് പറയുന്നത് a - b ആണ്. ഈ ചോദ്യത്തിലേക്ക് നോക്കുന്നു. 2.4³ മൈനസ് ഇത് 0.4 അല്ലെങ്കിൽ 0.4³ ആണ്. 0.4³ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.64 ആണ്. ഓക്കെ, 0.064 ആണ്. സംശയമൊന്നും വേണ്ട, അറിയാമല്ലോ നമുക്കത്. ബൈ ഈ താഴെയുള്ള ഈ ക്വാണ്ടിറ്റി, അത് നമുക്കിപ്പോൾ അറിയാമല്ലോ. 2.42 + 0.96 + 0.16 നമുക്ക് ഇപ്പോൾ ഈ ഫോമിൽ കിടക്കുകയാണ്. ഇപ്പോൾ ആൻസർ എന്തായിരിക്കും? a - b ആയിരിക്കും ആൻസർ. ഇതായിരിക്കും ആൻസർ. അതായത് 2.4 - 0.4. അപ്പോൾ ആൻസർ 2 എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ 3ാമത്തെ ചോദ്യം. x² + x + 1 = 0. What is x raised to 128
പ്ലസ് 1/x⁻128. ഇപ്പോൾ എക്സ് സ്ക്വയേർഡ് പ്ലസ് എക്സ് പ്ലസ് 1 = 0 എന്ന് നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് അപ്പോൾ -x ആണ്. ഇതിങ്ങനെ കമ്പൈൻ ചെയ്യണം. രണ്ട് വശത്തും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോണത് എക്സ് പ്ലസ് 1/x = -1 ആണ്. അപ്പോൾ എന്താണ് എക്സ് പ്ലസ് 1/xന്റെ സ്ക്വയർ എന്താണ്? അത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² പ്ലസ് 2 എന്നായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ 1 എന്ന് കിട്ടും. ഈ 1 2 ഇങ്ങോട്ട് മാറിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് -1 ആണ്. ഇനി അടുത്ത ഘട്ടത്തിൽ ഇതിനെ വീണ്ടും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും -1 തന്നെയായിരിക്കും കിട്ടുന്നത്. വീണ്ടും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ -1 തന്നെയായിരിക്കും കിട്ടുന്നത്. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും സ്ക്വയറിങ്ങിൻ്റെ പ്രോസസ്സിൽ -1 തന്നെ കിട്ടും. അതായത് x⁴ പ്ലസ് 1/x⁴, x⁸ പ്ലസ് 1/x⁸, x⁻16 പ്ലസ് 1/x⁻16, x⁻32 പ്ലസ് 1/x⁻32. അടുത്തത് നമുക്കറിയാം നമ്മുടെ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരൊറ്റ ആൻസർ എല്ലാ -1 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ദ ഫോർമുല റൂട്ട് ഓഫ് s - a, s - b, s - c, s - d for calculating area of the quadrilateral is applicable for ഏത് തരം ക്വാഡ്രിലാറ്ററലിനാണ് ഇത് ആപ്ലിക്കബിൾ? ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ബ്രഹ്മഗുപ്ത റൂൾ എന്നാണ്, അല്ലേ? കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കാണുന്നതിനുള്ള ഒരു ഫോർമുലയാണ്. നമ്മളുടെ ഒരു ചിന്തയിൽ ഹെറോൺസ് ഫോർമുല നമ്മുടെ മനസ്സിലുണ്ട്. ഇതധികം നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് ഹെറോസ് ഫോർമുല ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊരു കോഡിലാറ്ററലാണ്. എ ബി സി ഡി ആണ് സൈഡ്സ്. എ ബി സി ഡി. അപ്പം ഇതിൻ്റെ ഏരിയ കാണുന്ന ഫോർമുലയാണ് ഈ കാണുന്നത്. എങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ, ഇതൊരു സൈക്ലിക് ആണെങ്കിൽ അതിനാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത് ഏരിയ കാണാനായിട്ട്. അപ്പോൾ ഇതിന് 3 സൈഡേ ഉള്ളൂ. ട്രയാങ്കിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും സൈക്ലിക് ആണല്ലോ. എല്ലാ ട്രയാങ്കിളും സൈക്ലിക് ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ എ 0 ആക്കി എന്ന് കരുതും, അല്ലെങ്കിൽ ഡി 0 ആക്കി എന്ന് കരുതും. ഡി 0 ആക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് ഭംഗിയായിരിക്കുക. ഡി എന്ന് പറയുന്ന 4ാമത്തെ ക്ലോസിങ് സൈഡ് കോഡിലാറ്ററിൻ്റെ 0 ആണെങ്കിൽ ഇത് എന്തായി മാറും? റൂട്ട് ഓഫ് ഇത് എസ് അല്ലേ ഉണ്ടാവുള്ളൂ. d 0 s × s - a, s - b, s - c എന്ന് കിട്ടും. അത് ഹെറോസ് ഫോർമുലയാണ്. അവ ട്രയാങ്കിളിന് വേണ്ടിയുള്ളതാണ്. ഇത് ബ്രഹ്മഗുപ്ത റൂൾ എന്നറിയപ്പെടുന്ന സൈക്ലിക് കോഡിലാറ്ററലിൻ്റെ ഏരിയ കാണുന്ന ഒരു ഫോർമുലയാണത്. അത് പ്രത്യേക ഒരു അറിവായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതെന്താണെന്നുള്ളതാണ്. അപ്പോൾ 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ ഫാക്ടോറിയൽ എക്സെട്ര. വാട്ട് ഈസ് dy/dx? ഇത് ശരിക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ എക്സ്പാൻഷനാണ്. f(x) = e⁻x എക്സ്പാൻഷനാണ് 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ എക്സെട്ര. e⁻x എക്സ്പാൻഷനാണ്. അപ്പോൾ f(x) = e⁻x. therefore dy/dx = e⁻x തന്നെയാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് dy/dx at x = 1 എന്ന് പറയുന്നത് e⁻1, ദാറ്റ് ഈസ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ അല്ല, റൈറ്റ് ഉണ്ട് ഇവിടെ. റൈറ്റ് ട്രയാങ്കിൾ ഈസ് 4 cm². ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ, ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്കറിയാം. ഇതിൻ്റെ സൈഡ് രണ്ടും, ഈ 2 സൈഡ് ഈക്വലാണ്. ഹാഫ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. half a² is 4. Half a² is 4. Therefore a² is 8. Therefore a is equal to root of 8. a is equal to 2√2. a 2√2 ആണെങ്കിൽ
ഒരു സൈഡ് പെർപെൻഡിക്കുലർ സൈഡ് 2√2, അപ്പുറത്തും 2√2. അപ്പോൾ മൂന്നാമത്തെ ഹൈപ്പോട്ടനസ് എന്താണ്? 2√2 ഇൻറ്റു √2, ദാറ്റ് ഈസ് 2√2 ഇൻറ്റു √2, ദാറ്റ് ഈസ് 4 എന്നാവും. അപ്പോൾ പെരിമീറ്റർ എന്തായിരിക്കും? 2√2 പ്ലസ് 2√2 പ്ലസ് 4, ദാറ്റ് ഈസ് 4 പ്ലസ് 4√2. ഇത്രയും നമുക്ക് കിട്ടും. അത് മനസ്സിൽ കണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇത്രയും കാര്യമുള്ളൂ. നമുക്കറിയാം ഇത് എ ആണെങ്കിൽ ഹാഫ് എ സ്ക്വയർ ആണ് ഏരിയ, അത് 8. എ ഇസ് ഈക്വൽ ടു അത് 4. അപ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8. എ ഇസ് ഈക്വൽ ടു 2√2. ഇത് 2√2 ആണ്, ഇതും 2√2 ആണ്. അപ്പോൾ ഇത് 2√2 ഇൻറ്റു √2, അതായത് 4 ആണ്. അപ്പോൾ പെരിമീറ്റർ 2√2 2√2 4. അപ്പോൾ ഇവിടെ നമുക്ക് 4 പ്ലസ് 2√2 എന്ന് കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഇൻറ്റു 1 പ്ലസ് ബീറ്റ? ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ടാൻ ആൽഫ പ്ലസ് ബീറ്റ is equal to tan 45 is 1. That is tan alpha plus tan beta by 1 minus tan alpha tan beta is equal to 1 എന്ന് കിട്ടി. അതായത് tan alpha plus tan beta is equal to 1 minus tan alpha tan beta എന്ന് കിട്ടി. നമുക്കിവിടെ 1 അവിടെ നിർത്തിയിട്ട് ബാക്കി ഇത് അടുത്ത ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ പ്ലസ് ടാൻ ആൽഫ ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു 1. രണ്ട് സൈഡ് നമുക്ക് 1 ആഡ് ചെയ്യാം. 1 പ്ലസ് ടാൻ ആൽഫ അന്ന് ഒന്നിച്ചെടുക്കുക. ഇപ്പം ഇവിടെ ഒന്ന് 1 ആഡ് ചെയ്തേക്കൂ. പ്ലസ് ഇവിടെ ഇത് രണ്ടിൽ നിന്ന് ടാൻ ബീറ്റ പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് ടാൻ ബീറ്റ എന്നുണ്ടാവും. ഓക്കെ, ടാൻ ആൽഫ ടാൻ ബീറ്റയിൽ ഇത്രയും ഉണ്ടാവും. ഓക്കെ, ടാൻ ആൽഫ എന്ന് ബാക്കി ഉണ്ടാവും. ഇവിടെ ടാൻ ബീറ്റയാണ് ഇവിടെ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പം ഇപ്പുറത്ത് എന്തുണ്ടാവും? 2 ആയിരിക്കും. അപ്പുറവും ഇപ്പുറവും 1 ആഡ് ചെയ്തല്ലോ. അപ്പം ഇവിടെ ഇത് രണ്ടും 1 പ്ലസ് ടാൻ ആൽഫ നമുക്ക് വെളിയിലെടുക്കാം. 1 പ്ലസ് ടാൻ ആൽഫൻ്റെ ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് ടാൻ ആൽഫ ഇൻറ്റു ഇവിടെ 1 ഉണ്ടല്ലോ ബാക്കി, 1 പ്ലസ് ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ 2 ആണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം. ഈ ഫിഗറിൽ കാണുന്നത്, ഫിഗർ ഷോൺ ഹിയർ ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. ഈ കാണുന്ന സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അതിൻ്റെ നീളം 16 ആണ്. 2 ക്വാർട്ടർ സർക്കിൾസ്, ഈക്വൽ ആയിട്ടുള്ള ക്വാർട്ടർ സർക്കിൾ. ഇത് ഇങ്ങനെ ഒരു ക്വാർട്ടർ സർക്കിൾ ആകാം. അത് ഇതുപോലൊരു ക്വാർട്ടർ സർക്കിള് ഉണ്ടോ? ഇങ്ങനെ ഒരു ക്വാർട്ടർ സർക്കിള്, ഇങ്ങനെ ഒരു ക്വാർട്ടർ സർക്കിള് ഉണ്ടോ? 2 ഈക്വൽ ക്വാർട്ടർ സർക്കിൾ. സെൻറ്റർ ഓഫ് 1 ക്വാർട്ടർ സർക്കിൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ. അപ്പം ഈ ക്വാർട്ടർ സർക്കിളിൻ്റെ സെൻറ്റർ ദേ ഇവിടെയാണ്. ഓക്കെ, അപ്പം ഇത് 2 ഈക്വൽ ക്വാർട്ടർ സർക്കിളാണെന്നും പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ ക്വാർട്ടർ സർക്കിളിൽ നമുക്കത് ഇവിടെ കണ്ടോ? ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാലേ നോക്കൂ, ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കി. ഈ കാണുന്നു വരണം. ഇതാണ് അടുത്തത് ഇവിടെ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ ഭാഗം ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 8 സെൻറ്റിമീറ്റർ വശമുള്ള കണ്ടോ? ഈ കാര്യമാണ് ഇതെടുത്ത് ഇവിടെ വച്ചിരിക്കുന്നത്. ഈ അൺഷെയ്ഡഡ് പാർട്ടാണ് തിരിച്ചിവിടെ വച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ് 8 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറിൻ്റെ
ഏരിയയാണ് ഈ കാണുന്ന രൂപത്തിൻ്റെ ഏരിയ. യഥാർത്ഥത്തിൽ ആ നെസസറി ആയ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെക്കുന്നതായി സങ്കല്പിച്ചാൽ ഇതിങ്ങനൊരു സ്ക്വയർ കിട്ടും. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ വശമുള്ള സ്ക്വയറല്ലേ, 16 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? അടുത്തത് 9ാമത്തെ ചോദ്യം ഉണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണിത്. ഇത് കണ്ടോ, ഇത് എക്സ്, ഇത് 75, ഇത് 2x. നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ സം 75 + x എന്ന് പറയുന്ന ഈ രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിളായ 2x ഈക്വൽ ആയാൽ x is equal to 2x - x is x is equal to 75 എന്ന് കിട്ടും. അപ്പം ഇത് 75 എന്ന് കിട്ടിയാൽ ഈ രണ്ട് ആംഗിളും 75 ആണ്. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള സൈഡ്സ് ഈക്വലാണ്. ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള 8 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഇതും 8 ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് x ആയി. ഓക്കെ, ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? ഇത് 75 ആകുമ്പോഴേക്കും ഇത് 130 150 ഇത് 30 ഡിഗ്രി ആയി. കണ്ടോ, 75 150. അപ്പോൾ ഏരിയ എത്രയാണ്? ഹാഫ് 8 × 8 × സൈൻ the angle between the sine of the angle between those sides, that is 30 degree. That is equal to 64/2. sin 30 1/2 ആണല്ലോ. 2 × 2, അതായത് 64/4. ആൻസർ കിട്ടുന്നത് 16 ആണ്. 16 കിട്ടി. ഓക്കെ, 10ാമത്തെ ചോദ്യം. ഇത് ഏത് തരം നമ്പറാണെന്ന് കൃത്യമായിട്ട് നോക്കി അറിയാം. നമുക്കിവിടെ 15 കോമൺ ഫാക്ടറാണ്. 15 നമുക്ക് പുറത്തേക്ക് എടുത്താൽ 7 × 11 × 13 +1 എന്ന് വരും. ഇതെന്തായാലും വിരോധമില്ല. ഇതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് ഈ നമ്പർ. അതിൻ്റെ അർത്ഥം ഇത് പ്രൈമല്ലെന്ന് ഉറപ്പായി. ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. ബിക്കോസ് 15 is a factor of that number. 15 is the factor. This can be taken outside here. Therefore, this is എ കോമ്പോസിറ്റ് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ടെറ്റ് പരീക്ഷകളൊക്കെ എഴുതിയവർക്കറിയാം, വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങളല്ല അവിടെ വരുന്നത് എന്ന് കരുതി വളരെ നിസ്സാരമായ ചോദ്യങ്ങളാണ് എന്ന് ധരിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് ഈ വീഡിയോ ക്ലാസ്സിൽ കാണുന്ന ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്, ഈസി ആയതുകൊണ്ട് പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അതെല്ലാം അതിൻ്റെ സെൻസിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നന്ദി.